ഹലോ ഗൈസ്, മറ്റൊരു വ്ളോഗിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ലാസ്റ്റ് വ്ളോഗിൽ വിസ്കി ടേസ്റ്റിംഗ് ആയിരുന്നു, അതായത് നമ്മുടെ സ്ട്രാറ്റ്സില ഡിസ്റ്റിലറിയിലോട്ടൊക്കെ ആയിരുന്നു നമ്മുടെ ടൂർ. ഫാക്ടറി ടൂറായിരുന്നു, ഡിസ്റ്റിലറി ടൂറായിരുന്നു. അപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ടാവും. ഇനി നമ്മുടെ അടുത്തത് ഒരു ഫുഡ് ടൂറാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കീത്ത് റെയിൽവേ സ്റ്റേഷനിലാണ്. ഇവിടെ തന്നെ നമുക്ക് മൊറേ കൗൺസിലിൻ്റെ ബസ് കിട്ടും, അതായത് എം കണക്ട് ബസ് എന്നാണ് പറയുക, M309. ആ ബസ് കിട്ടി ഇവിടെ നിന്ന് കള്ളനിലോട്ടേക്ക് പോകും. നമ്മൾ കള്ളനിൽ അവിടുത്തെ ഫേമസ് ആയ കള്ളൻ സ്കിങ്ക് തന്നെ സൂപ്പാണ് കുടിക്കുന്നത്. നമ്മുടെ കേരളയിലുള്ള മാതിരി നമ്മുടെ രാമേശ്വരി ഇഡ്ഡലി, ആ രാമേശ്വരി വില്ലേജിനെ ഫേമസ് ആക്കിയ മാതിരി കള്ളൻ സ്കിങ്ക് തന്നെ സൂപ്പ് നമ്മുടെ കള്ളൻ തന്നെ ഒരു ടൂറിസ്റ്റായ കോസ്റ്റൽ ലൈൻ പ്ലേസിന് ഭയങ്കര ഫേമസ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കള്ളൻ ഓൾറെഡി ഫേമസ് ആണ് ആ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷന്. പക്ഷേ ഈ ഒരു സൂപ്പ് കാരണം കൊണ്ട് ഓവറോൾ വേൾഡും ഓവറോൾ UK ഫേമസ് ആണ്. അപ്പോൾ നമുക്ക് കള്ളൻ സിങ്കിൻ്റെ അവിടെ പോകാം. അതായത് UK സ്കോട്ട്ലാൻഡിൽ ഒരു ഫുഡ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു, കള്ളൻ സിങ്ക് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് കിട്ടിയ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, ലിസ കിച്ചൻ. അവിടെ നമ്മൾ പോകുന്നുണ്ട്. അതിൻ്റെ അടുത്തുള്ള ഒരു കഫേയിലോട്ടേക്കും പോകുന്നുണ്ട്. രണ്ടിൻ്റെയും സൂപ്പ് കമ്പയർ ചെയ്യുന്നുണ്ട്. നമുക്ക് അവിടുത്തെ കോസ്റ്റൽ ലൈനിലുള്ള ബെഞ്ചസ് അവിടെ ഇരുന്നിട്ട് നമുക്ക് ആ സൂപ്പ് ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നമ്മുടെ ലില്ലീസ് കിച്ചണിലോട്ടേക്ക് പോവുകയാണ്. ലില്ലീസ് കിച്ചനാണ് കള്ളൻ സ്കിങ്ക് തന്നെ ഫുഡ് കോമ്പറ്റീഷനിൽ സ്കോട്ട്ലാൻഡിൽ ഫസ്റ്റ് വന്നത്. അപ്പോൾ അവിടുത്തെ കള്ളൻ സ്കിങ്ക് എന്ന് പറയുന്ന ഒരു സൂപ്പാണ്, ഫിഷിൻ്റെ സ്മോക്ക്. അത് നമുക്ക് ടേസ്റ്റ് ചെയ്യുമ്പോൾ പറയാം ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട്. അപ്പോൾ ഇതാണ് ലില്ലീസ് കിച്ചൺ. അപ്പോൾ ആൾക്കാർ വെളിയിൽ ഇരുന്ന് കുടിക്കുന്നുണ്ട്. ലില്ലി കിച്ചൻ്റെ ആ ഉള്ളിൽ പോയിട്ട് നമുക്ക് എടുത്തിട്ട് പറയാം. അപ്പോൾ ഇതാണ് ലില്ലീസ് കിച്ചൺ. ഇവിടെയാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. ഇതാണ് സ്കോട്ട്ലാൻഡിൻ്റെ ഫസ്റ്റ് പൊസിഷൻ എടുത്തത് കള്ളൻ സ്കിങ്കിന് വേണ്ടി. അപ്പോൾ നമ്മളിപ്പോൾ എത്തിക്കുന്നത് കള്ളൻ സ്ക്വയറിലാണ്. ഇതാണ് ഇവിടുത്തെ കള്ളൻ സ്ക്വയർ. ഇതാണ് ഇവിടുത്തെ മെയിൻ ലാൻഡ് മാർക്ക്, കള്ളൻ സ്ക്വയർ. പിന്നെ ഇവിടെ ഒരു ആൻറ്റിക് ഷോപ്പ് ഉണ്ട് അവിടെ. പിന്നെ ഒരു സീ ഡാം റെസ്റ്റോറൻറ്റ് ഉണ്ട്, കുറച്ച് ഫേമസ് ആണ്. നമ്മൾ ഇവിടെ പോകുന്നതാണ് ലില്ലി കിച്ചൺ. അതാണ് നമ്മുടെ സ്കോട്ട്ലാൻഡിൻ്റെ ഫസ്റ്റ് പൊസിഷൻ എടുത്ത കള്ളൻ സ്കിങ്കിൽ. പിന്നെ വേറൊരു ഫേമസ് റെസ്റ്റോറൻറ്റ് ഇവിടെ ഉണ്ട്. ഇതാണ് ബസ് സ്റ്റോപ്പ് നമ്മൾ ഇറങ്ങിയത്. റോക്ക് പൂൾ. ഈ കഫേയും ഭയങ്കര ഫേമസ് ആണ് കള്ളൻ സ്കിങ്കിന്. അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ ആൻറ്റിക് ഷോപ്സ് ആണ്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് പോലെ കള്ളൻ ഒരു ഫേമസ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയതുകൊണ്ട് ഇവിടെ കുറേ ആൻറ്റിക് ഷോപ്സ് ഉണ്ട്. സ്കോട്ട്ലാൻഡിൻ്റെ മെമ്മറീസും സോവിനേഴ്സൊക്കെ മേടിക്കണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് മേടിക്കാം. പിന്നെ ഇത് കള്ളൻ്റെ വലിയൊരു ലാൻഡ് മാർക്കാണ്. നമ്മൾ 2 കള്ളൻ സ്കിങ്കും ടേക്ക് അവേ എടുത്തിട്ടുണ്ട്, നമ്മുടെ ലില്ലി കിച്ചണത്തെയും റോക്ക് പൂളത്തെയും. അപ്പോൾ അത് നമുക്ക് ഈ ബീച്ചിൻ്റെ അവിടെ കുറച്ച് സിറ്റിംഗ് ഉണ്ട്, അവിടെ നിന്ന് നമുക്ക് ഇരുന്നിട്ട് മേടിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രിഡ്ജ്. ഈ ബ്രിഡ്ജിൻ്റെ അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കടൽ കാണാം. അപ്പോൾ ഈ 2 ടേക്ക് അവേ നമുക്ക് അവിടെ ഇരുന്നിട്ട് നമുക്ക് ഈ കള്ളൻ സ്കിങ്ക് ടേസ്റ്റ് ചെയ്തിട്ട് ഞാൻ എൻ്റെ റിവ്യൂ പറഞ്ഞുതരാം. ഞാനൊരു പ്രൊഫഷണൽ ഫുഡി അല്ല, നമുക്കൊരു ഹോബിയാണ് ഇവിടെ ഓരോരോ ഫേമസ് ആയിട്ടുള്ള പ്ലേസസിന് പോയിട്ട് ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ. അപ്പോൾ എൻ്റെ റിവ്യൂ അതനുസരിച്ച് പറയാം. അപ്പോൾ ഈ ബീച്ചിനൊപ്പം ചേർന്നിട്ട് തന്നെ കുറേ ബെഞ്ചസൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ആൾക്കാർ പിക്നിക്കൊക്കെ ആഘോഷിക്കാൻ വേണ്ടി വരും. പിന്നെ ആൾക്കാർ നമ്മുടെ രീതിയിൽ ഈ ഫുഡൊക്കെ പാർസൽ എടുത്തിട്ട് ഇവിടെ ഇരുന്നിട്ട് അവർ കഴിക്കും. ഒരു ബീച്ചിൻ്റെ വ്യൂ ഒക്കെ ആയി കുറേ പേര് സൺസെറ്റൊക്കെ കാണുന്നത് ഇവിടെ ഒരു കോഫിയൊക്കെ സിപ്പ് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മുടെ ഉച്ചയിലത്തെ ലഞ്ച് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബെഞ്ചിൽ ഇരുന്നിട്ട് കഴിക്കാം. അപ്പോൾ നമുക്ക് വേസ്റ്റ് ഇടാൻ വേണ്ടി ഇവിടെ ലിറ്റർ ബോക്സും ഉണ്ട്. പിന്നെ അവിടെ കണ്ടില്ലേ നല്ലൊരു സൈക്കിള് അലങ്കരിച്ച് വെച്ചിരിക്കുന്നത് ബ്യൂട്ടിഫുള്ളായിട്ട്, അടിപൊളിയായി. എനിക്ക് തന്നെ ഇവിടെ ഡെയിലി ഇവിടെ പൂവൊക്കെ മാറ്റുന്നുണ്ടാവും, ഫ്രഷ് ഫ്ലവേഴ്സൊക്കെ വെക്കുന്നുണ്ട്. കണ്ടില്ലേ, നല്ലൊരു വ്യൂ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ 2 സ്ഥലത്തിലത്തെയും കള്ളൻ സ്കിങ്ക്. 2ഉം സൂപ്പ് തന്നെയാണ്, സെയിം ആണ്. അപ്പോൾ നമുക്ക് ലില്ലിന്ന് മേടിച്ച സ്ഥലത്തു നിന്ന് നമ്മൾ മിൽക്ക് ബ്രെഡാണ് കിട്ടിയത് കള്ളൻ സ്കിങ്കിൻ്റെ ഒപ്പം. നമുക്ക് റോക്ക് പൂളിൽ നിന്ന് മേടിച്ച കള്ളൻ സ്കിങ്കിൻ്റെ ഒപ്പം നമുക്ക് ഓട്ട് ബ്രെഡ് അല്ലെങ്കിൽ വീറ്റ് ബ്രെഡാണ് കിട്ടിയിരിക്കുന്നത്.
ഇവിടുത്തെ കൺസിസ്റ്റൻസി കണ്ടില്ലേ, ഇത് കുറച്ചും കൂടി ഫൈൻ ഗ്രൈൻഡാണ്, ഫൈൻലി ചോപ്ഡ് ആണ്. പിന്നെ കള്ളൻ സ്കിങ്കിൽ യൂസ് ചെയ്യുന്നത് സ്മോക്ഡ് ഹാഡ്ഡോക്ക് എന്ന് പറഞ്ഞ ഫിഷാണ്. കുറച്ച് ചെറിയ പീസസ് ആണ്. ഇത് കുറച്ച് വലിയ ചങ്കി പീസസ് ആണ്. നമ്മുടെ റോക്ക് പൂൾ കള്ളൻ സ്കിൻ കുറച്ചും കൂടി വലിയ ചങ്കി പീസസുമാണ്. ഇതാണ് സ്മോക്ഡ് ഹാഡ്ഡോക്ക് ഫിഷ്. അപ്പോൾ ഇനി ടേസ്റ്റ് ചെയ്തിട്ട് പറയാം. അപ്പോൾ നമ്മളിന്ന് കള്ളൻ സ്കിങ്ക് നമ്മുടെ ലില്ലി ചേച്ചീൻ്റെ, അതായത് ലില്ലി കിച്ചൻ്റെത് ടേസ്റ്റ് ചെയ്യാം. ഇതാണ് അവർ സ്കോട്ട്ലാൻഡത്തെ കോമ്പറ്റീഷൻ നമ്പർ 1 എന്ന് പറയുന്നത്. നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് പറയാം. ഭയങ്കരമായിട്ടൊരു സ്മോക്ഡ് ഫിഷിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ട്. പിന്നെ ഇതിൽ അവർ നമ്മുടെ സ്റ്റ്യൂ ഇല്ലേ, നമ്മുടെ ബീഫ് സ്റ്റ്യൂ, ചിക്കൻ സ്റ്റ്യൂ, വെജിറ്റബിൾ സ്റ്റ്യൂ, അതേമാതിരി ഒരു ഫിഷിൻ്റെ ഒരു സ്റ്റ്യൂ ആണ് കള്ളൻ സ്കിങ്ക് എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് ഉരുളക്കിഴങ്ങിൻ്റെ പൊട്ടറ്റോ പീസസ് ഒക്കെ ഉണ്ട് ചങ്ക്സ്. ഭയങ്കര ഒരു മൈൽഡ് ടേസ്റ്റാണ്. പിന്നെ നമുക്കിനി റോക്ക് പോലത്തെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. രണ്ടിൻ്റെ ഫ്ലേവേഴ്സ് ഓൾമോസ്റ്റ് സിമിലർ ആണ്, പക്ഷെ ഒരു കുറച്ച് ഡിസ്റ്റിങ്ക്റ്റ് ആണ്. ഇത് കുറച്ചും കൂടി മൈൽഡ് ഫ്ലേവറാണ്. ഇത് കുറച്ചും കൂടി ആ ഒരു സീ ഫ്ലേവർ വരുന്നുണ്ട് ഭയങ്കരമായിട്ട്. അപ്പോൾ ഇനി നമ്മൾ തീർത്തതിന് ശേഷം പറയാം. ബൈ. അപ്പോൾ ഇതേ ബ്രിഡ്ജ് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ഇതാണ് നമ്മുടെ കള്ളൻ ടൗൺ എന്ന് പറയുന്നത് ഇവിടുത്തെ റെസിഡൻഷ്യൽ ഏരിയ. അതുകൂടാതെ നമ്മളിപ്പോൾ കണ്ടത് സിറ്റി സെൻറ്റർ ആയിരുന്നു, ഇവിടുത്തെ മെയിൻ സെൻറ്റർ സ്ക്വയർ എന്ന് പറയുമല്ലോ, കള്ളൻ സ്ക്വയർ. കള്ളൻ ബീച്ച്. ആൾക്കാരൊക്കെ അവിടെ കാറ് പാർക്ക് ചെയ്തിട്ട് സൺസെറ്റ് കാണും. അതായത് അവരുടെ ഒരു ഹോബിയാണ് അവിടെ കാറ് പാർക്ക് ചെയ്തിട്ട് കാറിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഇവിടെ നിന്ന് സൺസെറ്റ് കാണാം. അല്ലാതെ ഫാമിലീസിന് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇരുന്ന് ബെഞ്ചിൽ ഇരുന്നിട്ട് ഇവിടുത്തെ സൺസെറ്റ് കാണാം. പിന്നെ ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ കുറച്ച് ബെഞ്ചസും ടേബിൾസൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് എന്തെങ്കിലും ഫുഡോ കോഫിയൊക്കെ കൊണ്ടുവന്നിട്ട് ഈവനിങ് കോഫിയൊക്കെ നമ്മുടെ സീകളുണ്ട്. ഇതാണ് അഡൽട്ട് സീകൾ. ജുവനൈൽ സീകൾ, അതായത് പറക്കാൻ പറ്റാത്ത ചെറിയ കുഞ്ഞ് ജുവനൈൽ സീകളാണ്, ചെറിയ കുട്ടി. നമ്മളതിനെ പേടിപ്പിക്കണ്ട. നമുക്ക് ഇനി ആ ഹാർബറിൻ്റെ ആ ഭാഗത്തോട്ടേക്ക് പോകാം. അവിടെയാണ് ഒരു ലൈറ്റ് ഹൗസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് കള്ളൻ ബീച്ച് നന്നായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റും. അതിലൊക്കെ ഉണ്ടാവും ബോട്ട്സൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്, ചെറിയ ബോട്ട്സ്. ഇതൊക്കെ ഫിഷിങ്ങിന് വേണ്ടിയിട്ടുള്ള ബോട്ട്സ് ഉണ്ടാവും. അവിടെ ബീച്ചുണ്ട്. ഇതൊരു ഹാർബർ. ഇവിടെയൊക്കെ ആൾക്കാർ ഈവനിങ് വാക്കിനൊക്കെ വരും. അതുകൂടാതെ ആൾക്കാർ ഇവിടുത്തെ ലോക്കൽസ് ഇവിടെ ഈ ലൈറ്റ് ഹൗസിൻ്റെ അവിടെ വന്നിട്ട് അവരുടെ ഫിഷിംഗ് റോഡ്സ് വെച്ചിട്ട് മീൻ പിടിക്കും, അതായത് ഫിഷിങ് ചെയ്യും. പിന്നെ പ്രത്യേകിച്ച് ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ രാജ്യത്ത് ഫിഷിംഗ് ചെയ്യാൻ ഫിഷിങ്ങിൻ്റെ ലൈസൻസ് വേണം. അതാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. ആൾക്കാർ ലോക്കൽസ് പറയുന്നത് ഇവിടെ സ്പെഷ്യൽ ലൈസൻസ് വേണം ഫിഷിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് റാൻഡമായിട്ട് ഫിഷ് ചെയ്യാൻ പറ്റില്ല. റൂൾസ് എടുത്തിട്ട് ഒരു ലൈസൻസ് എടുക്കണം, മൊറേ കൗൺസിൽ അല്ലെങ്കിൽ ഇവിടുത്തെ കൗൺസിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ കള്ളനത്തെ ബോർഡ്. അപ്പോൾ ഇതിൽ നമ്മൾ ഇവിടുത്തെ കള്ളൻ സ്കിങ്കിൻ്റെ പറ്റി എഴുതിയിട്ടുണ്ട്. സ്മോക്ഡ് ഹാഡോക്കും പൊട്ടറ്റോ ആണ് സൂപ്പ്. പിന്നെ നമുക്ക് വേൾഡിൽ നമുക്ക് ബോട്ടിൽ നോസ് ഡോൾഫിൻസ് കാണാൻ പറ്റുന്ന ഈ ഒരു മൊറേ കോസ്റ്റൽ ലൈനിലാണ്. പ്രത്യേകിച്ച് ഇവിടെയും പോർട്ട് നോക്കിയും ഫിൻഡോച്ചിയിലൊക്കെയാണ് കാണാൻ പറ്റുന്നത്. ഇതാണ് ഇവിടുത്തെ ഒരു ആൻറ്റിക് ഷോപ്സ്. ഇവിടെ നമുക്ക് സോവനിയേഴ്സ് മേടിക്കാം. പഴയത്
ഒക്കെ ഡിസ്കൗണ്ടഡ് റേറ്റിനെടുക്കാം. ഹോം ഡെക്കോഴ്സ്, പിന്നെ കുറേ wall paintings, wine glasses, coffee tea mugs. നമ്മൾ കള്ളൻ സ്കിങ്ക് മേടിച്ച കടയാണ് ലില്ലി കിച്ചൺ അവിടെ, പിന്നെ റോക്ക് പൂൾ കഫേ ഇവിടെ. ഇതാണ് നമ്മുടെ എം കണക്ട് ബസ്, ബക്കിയിലോട്ടേക്കും പോർട്ട്നോക്കിലോട്ടേക്കും പോകുന്ന വണ്ടി. ഹായ് രമൻ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ഫുഡ് ടൂറിൻ്റെ 2ാമത്തെ പാർട്ടിലോട്ടേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പോർട്ട്നോക്കിയിലാണ് വന്നിരിക്കുന്നത്. നമ്മൾ കള്ളനിൽ നിന്ന് പോർട്ട്നോക്കിയിലോട്ടേക്ക്. അപ്പോൾ പോർട്ട്നോക്കി ഫേമസ് ഫോർ ഫിഷ് ആൻഡ് ചിപ്സ്. പോർട്ട്നോക്കിയിൽ നമ്മുടെ പോർട്ട്നോക്കി ഫിഷ് ആൻഡ് ചിപ്സ് ഇവിടെ സ്കോട്ട്ലാൻഡിലത്തെ ഫിഷ് ആൻഡ് ചിപ്സ് കോൺടെസ്റ്റിലത്തെ ഫസ്റ്റ് പ്രൈസ് അടിച്ചവരാണ്. അപ്പോൾ ഇന്ന് നമ്മൾ 2 വിഭവങ്ങൾ, അതായത് നമ്മുടെ കള്ളൻ സ്കിങ്കും ഫിഷ് ആൻഡ് ചിപ്സ് രണ്ടും ഫസ്റ്റ് പ്രൈസ് അടിച്ച റെസ്റ്റോറൻറ്റ്സിലാണ് നമ്മൾ സന്ദർശിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് പോർട്ട്നോക്കി ഫിഷ് ആൻഡ് ചിപ്സിലോട്ടേക്ക് പോകാൻ വരുമ്പോൾ, അപ്പോൾ നമ്മൾ നമ്മുടെ പോർട്ട്നോക്കി ഫിഷ് ആൻഡ് ചിപ്സ് ഷോപ്പിൻ്റെ അവിടെ എത്തി. ഇതാണ് ബിൽഡിംഗ്. ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമ്മുടെ ടെലിഫോൺ ബൂത്ത് ഉണ്ട്. ഇവിടെ UK ഇപ്പോഴും പഴയ രീതിയിൽ നമ്മുടെ STD ടെലിഫോൺ ബൂത്ത് ഉണ്ട്. പിന്നെ അതേ രീതിയിൽ ഇമെയിലും ടെക്സ്റ്റ് എല്ലാം ഫോണും എല്ലാം ചെയ്യാൻ പറ്റും. ഇതേമാതിരി ടെലിഫോൺ ബൂത്ത്സും പിന്നെ പണ്ടത്തെ അതേ രീതിയിലുള്ള പോസ്റ്റ് ഓഫീസസും മറ്റേ പോസ്റ്റ് ബോക്സും അതേ എല്ലാം കൾച്ചർ ഇപ്പോഴും ഉണ്ട്. ഇതാണ് നമ്മുടെ ഫിഷ് ആൻഡ് ചിപ്സിൻ്റെ എൻട്രൻസ്. ഇതാണ് നമ്മുടെ ഫിഷ് ആൻഡ് ചിപ്സിൻ്റെ കട, പോർട്ട്നോക്കിൽ ഫേമസ് ഫിഷ് ആൻഡ് ചിപ്സ്. ഇവിടുത്തെ മെനു നോക്കാം. നമുക്ക് കയറി ഓർഡർ ചെയ്തിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫിഷ് ആൻഡ് ചിപ്സ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിഷ് ആൻഡ് ചിപ്സ്. നല്ല ക്രഞ്ചിയാണ്. അതിൽ നല്ല 2 വലിയ ചങ്ക് ഓഫ് ഹാഡോക്ക് ഫിഷ് ഉണ്ട്. നമ്മൾ നേരത്തെ കഴിച്ച കള്ളൻ സ്കിങ്കിൽ ഹാഡോക്ക് ഫിഷ് സ്മോക്ക്ഡ് ആയിരുന്നു, അതായത് കുറച്ച് ഉണക്കിയിട്ടാണ്. ആ സ്മോക്ക് വെച്ചിട്ട് ഉണക്കിയിട്ടാണ്. ഇതാകുമ്പോൾ നമുക്ക് ഫ്രഷാണ്. നമുക്ക് നല്ല ക്രിസ്പി ഔട്ട്സൈഡും ജ്യൂസി ആയിട്ടുള്ള ഫിഷ് ഉള്ളിൽ. നല്ല ക്രിസ്പി ഉണ്ട്. ഫിഷ് നല്ല ഫ്രഷാണ്. വെറുതെ അല്ല സ്കോട്ട്ലാൻഡിലത്തെ നമ്പർ 1 ഫിഷ് ആൻഡ് ചിപ്സ് എന്ന് പറയുന്നത്. നല്ല സോഫ്റ്റാണ്, നല്ല ജ്യൂസിയും നല്ല ഫ്രഷ്നെസ് ഇത് മനസ്സിലാവുന്നുണ്ട്. നമ്മൾ ഇവിടെ കട ഒരു 4:30 ഓപ്പണിംഗ് ആയിരുന്നത്. നമ്മൾ 4:20 വന്നു. അപ്പോൾ തന്നെ ഒരു ലോങ് ക്യൂ ഉണ്ടായിരുന്നു. ഡോർ തുറന്നത് ആൾക്കാർ എല്ലാം ഓടി കയറി ഓർഡർ ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തത് ആ റഷൊക്കെ ഒന്ന് മാറട്ടെ എന്ന്. ഇന്ന് ഒന്നാമത് ഫ്രൈഡേ ആണ്, വീക്കെൻഡ് ആയതുകൊണ്ട് എല്ലാവരും വെളിയിൽ നിന്നാണ് പൊതുവെ ഇവിടെ കഴിക്കാറുള്ളത്. അപ്പോൾ നമ്മൾ ആ ഒരു ഓപ്പണിംഗ് റഷ് ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്തത്. അത് കഴിഞ്ഞതും നമ്മൾ ഓർഡർ ചെയ്തു. ഇപ്പോൾ നമ്മൾ ഫിഷ് ആൻഡ് ചിപ്സാണ് ഓർഡർ ചെയ്തത്. നമ്മൾ ആ ഒരു ടെംപ്റ്റേഷൻ നിൽക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ സപ്പർ, അതായത് ഡിന്നറിന് വേണ്ടി ബർഗറും പോപ്കോണും ഓർഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ പോയിട്ട് നമ്മൾ ബർഗറും പോപ്കോണിൻ്റെതും റിവ്യൂ പറയാം. അപ്പോൾ എൻജോയ്.
അപ്പോൾ ഇതാണ് നമ്മുടെ പോർട്ട്നോക്കിൻ്റെ കോസ്റ്റൽ ലൈൻ. അപ്പോൾ ഇവിടുന്ന് ഒരു ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ഫിഡിൽ ബൗ റോക്ക് കാണാൻ പറ്റും. ഒരു പ്രത്യേകം ട്രയാങ്കിൾ രീതിയിലുള്ള റോക്കാണ്, നടുക്കിലൊരു ഹോളോ. അത് ഇവിടുത്തെ ഫേമസ് ലാൻഡ്മാർക്കാണ്, പിന്നെ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനാണത്. അപ്പോൾ നമ്മൾ ആ ഒരു ഫിഡിൽ ബൗ റോക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോകുന്നത്. ഇവിടെ സൈൻ ബോർഡൊക്കെ ഉണ്ട്. ഇവിടെ നമ്മൾ സ്റ്റോറേജ് സ്പേസസ് ആണ് പണ്ടത്തെ. അപ്പോൾ ഇതിൽ കൂടെ ഇവിടെ ഒരു കാർ പാർക്കിംഗ് ഉണ്ട്. ആ കാർ പാർക്കിംഗ് വേണം പോവാൻ. ഏരിയ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു സൈൻ ബോർഡ് ഉണ്ട്, ബോ ഫിഡിൽ റോക്ക്. ദൂരെ നിന്ന് കാണാൻ പറ്റിയ ഒരു വ്യൂ നമ്മുടെ ഫിഡിൽ റോക്കിൻ്റെ. ഇത് ആണ് നമ്മുടെ പോർട്ട്നോക്കിലത്തെ ഒരു ഫേമസ് ലാൻഡ്മാർക്ക്, ഫിഡിൽ റോക്ക്. ഇവിടെ സീറ്റ് ഉണ്ട്, ഇരുന്നിട്ട് നമുക്ക് ഈ റോക്കിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാം. നമുക്ക് ഇതുകൂടാതെ താഴത്തോട്ടേക്കും പോകാനുള്ള വഴിയുണ്ട്. ഇങ്ങനെ ഇതാണ് നമ്മുടെ ഫിഡിൽ ബോ റോക്ക്. ഇവിടുത്തെ ഒരു ഫേമസ് ലാൻഡ്മാർക്കാണ്. അപ്പോൾ ആ പോകുന്ന വഴിയാണിത്, കുറച്ച് സൂക്ഷിക്കണം. ചെറുതായിട്ടൊന്ന് സ്ലിപ്പായി കഴിഞ്ഞാൽ തെന്നി താഴത്തോട്ടേക്ക് വീഴും. നമുക്ക് ആ റോക്കിൽ പോകുന്ന വഴി തന്നെ നമുക്ക് ചെറിയൊരു ഗുഹയുണ്ട്, കേവ് ഉണ്ട്. അതും ഈക്വലി ഫേമസ് ആണ്. അപ്പോൾ ഗുഹേൻ്റെ ഉള്ളിലെത്തി. ഇത് നമ്മുടെ ഒരു ഗുണാക്കികം ഏരിയയാണ്. ചെറുതായിട്ട് നല്ല കെയർഫുൾ ആവണം, അല്ലെങ്കിൽ തെന്നി ഉള്ളിലോട്ടേക്ക് പോകും. അവൻ സ്ലിപ്പാവുന്ന കണ്ടോ, ഭയങ്കര സ്ലിപ്പറിയാണ്. ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട്. നമുക്ക് വീഡിയോ ചെറുതായിട്ടൊന്ന് അവന് പ്രൈവസിക്ക് വേണ്ടി മാറ്റി വെക്കേണ്ടി വരും. ഓ, പിന്നെ വേറെ കുറേ ഓപ്പണിങ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഗുഹ നേരെ ലീഡ് ചെയ്യുന്നത് വീണ്ടും കടലിലോട്ടേക്കാണ്. ആ അടിപൊളി. ഇതാണ് നമ്മുടെ ഒരു ഗുഹ. അപ്പോൾ ഇനി തിരിച്ച് നമുക്ക് ബോ ഫിഡിൽ റോക്കിലോട്ടേക്ക് പോവാം. കയറുന്ന ഒരു ടാസ്ക്കാണ്. ഇറങ്ങുന്നത് അങ്ങനെ സ്മൂത്തിൽ ഇറങ്ങി വരായിരുന്നു, കുറച്ച് സ്ലിപ്പറിയാണെന്നേ ഉള്ളൂ. കയറുമ്പോൾ നല്ലൊരു കയറ്റം തന്നെയുണ്ട്. നമ്മുടെ കുട്ടികളൊക്കെ നന്നായിട്ട് ക്ലൈംബ് ചെയ്ത് കയറിയല്ലോ. മുകളിലോട്ടേക്ക് കയറാം.
ഓ വിചാരിച്ചതല്ല, കുറച്ച് ഈസി ആയിരുന്നു. ചെറിയ പാടുപെടുന്നു. അപ്പോൾ ഗുഹ എന്ന് അറിയാൻ കഴിഞ്ഞാൽ നമുക്ക് നേരെ നമ്മുടെ ഫിഡിൽ റോക്ക്. ഇതൊന്നല്ലെങ്കിൽ ബോ ഫിഡിൽ റോക്ക് എന്നും പറയാം, അല്ലെങ്കിൽ ഫിഡിൽ ബോ റോക്ക് എന്ന് പറയാം. ഇവിടുത്തെ പൊതുവെ ആൾക്കാർ ഫിഡിൽ ബോ റോക്ക് എന്നാണ് പറയുക. ഇപ്പോൾ കുറേ അടുത്ത് നമ്മൾ സൈൻ ബോർഡിലൊക്കെ കണ്ടല്ലോ ബോ ഫിഡിൽ റോക്ക്. ഞാൻ ആക്ച്വലി ഈ ഫോർമൽ ഡ്രസ്സിലാണ് വന്നത്. കുറച്ചും കൂടി കാഷ്വൽസിലായിരുന്നെങ്കിൽ നമുക്ക് ആ റോക്ക് വരെ ഒന്ന് പോകായിരുന്നു. കുറച്ച് വെള്ളം ആകുന്നേ ഉള്ളൂ ഡ്രസ്സസിൽ, പക്ഷേ എനിക്കാണ് അത് വേർത്താണ്. ഇതായിരുന്നു ഫിഡിൽ റോക്കിൻ്റെ ഒരു പാനറോമിക് ഷോട്ട്. അതിനിടയിൽ ചെറിയ ഗുഹകൾ ഉണ്ട്, കണ്ടോ? അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ ഒരു എൻട്രൻസ് ഉണ്ട്. നമുക്കിപ്പോൾ ടൈം ലിമിറ്റ് ആയതുകൊണ്ട് നമ്മൾ നെക്സ്റ്റ് ടൈം വരുമ്പോൾ കാണിച്ചു തരാം. വൺ ലാസ്റ്റ് ഗ്ലാൻസ് ഓഫ് അവർ ഫിഡിൽ ബോ റോക്ക്. അപ്പോൾ നമ്മുടെ എം കണക്ട്, അതായത് 309 വന്നിട്ടുണ്ട്. നമ്മുടെ റെയ്മണ്ട് ബാക്ക് ടു ബക്കി. അപ്പോൾ ഇതാണ് നമ്മുടെ പോപ്പ് ചിക്കനും പിന്നെ നമ്മുടെ ചിക്കൻ ഫില്ലറ്റ് ബർഗറും. എന്നിട്ട് നമ്മുടെ ചിക്കൻ ഫില്ലറ്റ്സ് ആണ് ഉള്ളത് ഉള്ളിൽ, പിന്നെ ലെറ്റ്യൂസും ബർഗർ ബണ്ണും. പോപ്പ് ചിക്കൻ ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോഴും ചെറിയൊരു ആ ക്രിസ്പി ഉണ്ട്. ഞാൻ വിചാരിച്ചു കുറച്ച് സോഗിയാവുന്നു, ക്രിസ്പി ഉണ്ട്. നമ്മുടെ പോപ്കോൺ ചിക്കനും ചിക്കൻ പക്കോടേൻ്റെ ഒക്കെ ഒരു മിക്സഡ് ടൈപ്പ് വരും. കണ്ടാൽ നമുക്ക് പോപ്കോൺ ചിക്കൻ വരി ഉണ്ടാവും, പക്ഷെ ആ ഒരു ബാറ്ററൊക്കെ ഇത് കണ്ടിട്ട്. പിന്നെ വലിയ ചങ്ക് ഓഫ് ചിക്കനാണ് ചിക്കൻ പക്കോട മേരിട്ട്. ഒരു ബ്രോസ്റ്റഡ് ചിക്കൻ്റെ അതേ വെറൈറ്റി, ബ്രോസ്റ്റഡ് ചിക്കൻ, ഫ്രൈഡ് ചിക്കനും ബ്രോസ്റ്റഡ് ചിക്കൻ്റെ ഒരു വെറൈറ്റി ആയിട്ട് വരും. നമുക്ക് ബർഗർ വരെ ബൈറ്റ് എടുത്ത് നോക്കാം. ബർഗർ നന്നായിട്ടുണ്ട്. നമ്മുടെ ഫിഷ് ആൻഡ് ചിപ്സിലത്തെ ആ ഒരു ഫിഷിൻ്റെ പകരം ചിക്കൻ, അത് സെയിം ബാറ്റർ തന്നെയാണ്, ആ സെയിം ഫില്ലറ്റ്സും കൂടിയാണ്. അപ്പോൾ ഇനി ഞാൻ ഫിനിഷ് ചെയ്തിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണുന്നുണ്ട്. അപ്പോൾ ബൈ ബൈ ഗൈസ്, ഗുഡ് നൈറ്റ്, ഹാവ് എ ഗ്രേറ്റ് വീക്കെൻഡ്.